ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഈ വീഡിയോയിൽ നമ്മൾ സെറ്റ് തിയറിയിലെ കുറച്ച് കോൺസെപ്റ്റ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ടൈപ്സ് ഓഫ് സെറ്റ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്ത കുട്ടികൾ പ്ലീസ് ഡു വാച്ച് ദാറ്റ് വീഡിയോ, ദെൻ വാച്ച് ദിസ് വീഡിയോ. ഓക്കെ, സോ നേരത്തെ നമ്മൾ അവസാനിപ്പിച്ചത് പവർ സെറ്റ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടായിരുന്നു. അതിലെ ഒരു പ്രോബ്ലം ആണ് ഫസ്റ്റ് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. Question idana, if phi is an empty set, then find the number of elements in power set of phi. Okay, ഇത് എങ്ങനെയാ കണ്ടിരിക്കുന്നത് വെച്ചാൽ phi, അതായത് phi എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നൾ സെറ്റ് അല്ലെങ്കിൽ എംപ്റ്റി സെറ്റിനെയാണ് phi ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതിനകത്ത് നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. നമ്മൾ നേരത്തെ കണ്ടിരുന്നു if a set has n elements, then we can say that its power set has 2 power n elements. അപ്പോൾ ഈ ഫോർമുല പ്രകാരം നമുക്ക് എഴുതാം പവർ സെറ്റ് ഓഫ് phi, അതിലെ നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നത് 2 power 0 ആയിരിക്കും, which is equal to 1. ഓക്കെ, നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് അഗെയിൻ പവർ സെറ്റ് ഓഫ് ദിസ് പവർ സെറ്റ് ഓഫ് phi, അതിലെ നമ്പർ ഓഫ് എലമെന്റ്സ് ആണ്. സോ ഇവിടെ നമുക്ക് 1 എന്ന ആൻസർ കിട്ടി. സോ അഗെയിൻ ഔട്ടർ പവർ സെറ്റിന്റെ ആൻസർ എത്ര എലമെന്റ്സ് കാണും എന്നുള്ള ആൻസർ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു 2 power 1 ആസ് പെർ ദിസ് ഫോർമുല. 2 power 1 ഈക്വൽ ടു എന്താണ്? 2. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ ഈസ് 2. ഒരു എംപ്റ്റി സെറ്റിന്റെ, അതായത് ഫൈയുടെ പവർ സെറ്റ് കണ്ട് അതിന്റെ പവർ സെറ്റ് കാണുവാണെങ്കിൽ അതിൽ 2 എലമെന്റ്സ് ആണ് ഉണ്ടായിരിക്കുക. നമുക്ക് 0 എന്ന് എഴുതാനുള്ള ടെൻഡൻസി ഒക്കെ കാണും, പക്ഷെ കെയർഫുള്ളി ആൻസർ ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് സെറ്റ്സ് ആ ഒരു കോൺസെപ്റ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സേ എ ആൻഡ് ബി ആർ 2 സെറ്റ്സ്. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് എ ആൻഡ് ബി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, എ ക്രോസ് ബി എന്ന്. അങ്ങനെയാണെങ്കിൽ ഈ എ ക്രോസ് ബി എന്ന് പറയുന്നത് നമുക്ക് പറയാം ഇറ്റ്സ് എ സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർസ് എ കോമ ബി സച്ച് ദാറ്റ്, അല്ലെങ്കിൽ വേർ എ ഈസ് എൻ എലമെന്റ് ഓഫ് എ ആൻഡ് ബി ഈസ് എൻ എലമെന്റ് ഓഫ് ബി. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം മൊത്തത്തില്, അതായത് എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് എ കോമ ബി, പെയർ ആയിട്ടാണ് വരുന്നത് അല്ലെ, സച്ച് ദാറ്റ് എ എലമെന്റ് ഓഫ് എ ആൻഡ് ബി എലമെന്റ് ഓഫ് ബി. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഈ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് പഠിക്കുന്ന സമയത്ത് ഇൻ കേസ് പ്രോബ്ലംസ് വരുവാണെങ്കിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു 1-2 പോയിന്റ്സ് ഉണ്ട്, അതും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോ സേ എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്, ബി എന്ന് പറയുന്ന സെറ്റ് ഉണ്ട്. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ഈസ് മോഡ് എ ഈസ് ഈക്വൽ ടു എം. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ബി മോഡ് ബി ഈസ് ഈക്വൽ ടു എൻ. അങ്ങനെയാണെങ്കിൽ എയുടെയും ബിയുടെയും കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് കണ്ടതിന് ശേഷം നമ്പർ ഓഫ് എലമെന്റ്സ് നോക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എൻ. ഓക്കെ, അപ്പൊ ഈ ഒരു പോയിന്റ് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്തൊരു പോയിന്റ്, ഇൻ ജനറൽ നമുക്ക് പറയാൻ പറ്റും എ ക്രോസ് ബി, എയും ബിയും കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞെന്ന് വെച്ചാൽ ദാറ്റ് വിൽ നോട്ട് ബി ഈക്വൽ ടു ബി ക്രോസ് എ. പക്ഷേ എ ക്രോസ് ബി ഈക്വൽ ടു ബി ക്രോസ് എ ആണെന്ന് വിചാരിക്കാം. അങ്ങനെ വരണമെങ്കിൽ എ ഈക്വൽ ടു ബി ആയിരിക്കണം, അല്ലെങ്കിൽ എ ഈക്വൽ ടു 5 ആയിരിക്കണം, അതുമല്ലെങ്കിൽ ബി ഈക്വൽ ടു 5 ആയിരിക്കണം. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമാണ് എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു ബി ക്രോസ് എ എന്നുള്ളത് നമുക്ക് കിട്ടുള്ളൂ. അല്ലാത്ത ജനറൽ കേസസിൽ എല്ലാം നമുക്ക് പറയാം എ ക്രോസ് ബി നോട്ട് ഈക്വൽ ടു ബി ക്രോസ് എ. ഓക്കെ, പക്ഷെ വേറൊരു പോയിന്റ് ഉണ്ട്, അതായത് ഈ എയുടെയും ബിയുടെയും കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് കാണുമ്പോൾ എ ക്രോസ് ബി കണ്ടിട്ട് അതിൽ എത്ര നമ്പർ ഓഫ് എലമെന്റ്സ് വരുന്നോ അത്രയും തന്നെ എലമെന്റ്സ് നമ്മൾ ബി ക്രോസ് എ കണ്ടു കഴിഞ്ഞാലും കിട്ടും. ഓക്കെ, അത് വിട്ടുപോകരുത് കേട്ടോ, രണ്ടും തമ്മിൽ കൺഫ്യൂസ്ഡ് ആവുകയും അരുത്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂഷൻ ആൻഡ് എക്സ്ക്ലൂഷൻ.
കോമ്പിനേറ്റോറിക്സിൽ വരുന്ന ഒരു വിഷയമാണത്. എങ്കിലും സെറ്റ് തിയറിയുടെ ഭാഗമായിട്ട് ഈ ഒരു പ്രിൻസിപ്പിൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം ഇൻക്ലൂഷൻ ആൻഡ് എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കൗണ്ടിങ് മെത്തേഡ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു കമ്പ്യൂട്ട് ദ കാർഡിനാലിറ്റി ഓഫ് ദി യൂണിയൻ സെറ്റ്. അക്കോർഡിംഗ് ടു ബേസിക് ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ നമുക്ക് പറയാം, സേ ഫോർ 2 finite sets നമുക്ക് അതിനെ A1 ആൻഡ് A2 എന്ന് വിളിക്കാം. ദോ ഇവിടെ കാണിച്ചിട്ടുണ്ട്, അതിൻ്റെ വെൻ ഡയഗ്രാം ഉൾപ്പെടെ നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. A1 എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്, A2 എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്. രണ്ടും ഫൈനൈറ്റ് സെറ്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ യൂണിവേഴ്സൽ സെറ്റിന്റെ സബ്സെറ്റ്സ് ഏതൊക്കെയാണ്? ഇതിനകത്ത് യൂണിവേഴ്സൽ സെറ്റിന്റെ സബ്സെറ്റ് ആയിട്ട് ഏതൊക്കെ വരും? A1 മൈനസ് A2 വരും, അതുപോലെ തന്നെ A2 മൈനസ് A1 വരും, അതുപോലെ തന്നെ A1 ഇന്റർസെക്ഷൻ A2 വരും. ഇത് നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ് ആണ്, ആ ചതുരം കൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. സോ A1 മൈനസ് A2 എന്ന് പറയുമ്പോൾ A1-ലുള്ളതും A2-ൽ ഇല്ലാത്തതും, A2 മൈനസ് A1 എന്ന് പറയുമ്പോൾ A2-ലുള്ളതും എന്നാൽ A1-ൽ ഇല്ലാത്തതും. റിപ്പീറ്റേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? A1 ഇന്റർസെക്ഷൻ A2, A1-ലും A2-ലും ഉള്ള കോമൺ ആയിട്ട് വരുന്ന ആ ഒരു ഭാഗം അതും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. ഇത് കൂടാതെ ഏതും വേണം? ഇഫ് എനി ഡിസ്ജോയിന്റ് സെറ്റ്സ് ആർ ദെയർ, നമുക്ക് അതും കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനെ നമുക്ക് മാത്തമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യാൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. മോഡുലസ് ഓഫ് A1 മൈനസ് A2 യൂണിയൻ A2 മൈനസ് A1 യൂണിയൻ A1 intersection A2. This is equal to A1-നകത്ത് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കി, മൈനസ് A1 intersection A2 പ്ലസ് മോഡുലസ് ഓഫ് A2 മൈനസ് A1 intersection A2 പ്ലസ് മോഡുലസ് ഓഫ് A1 intersection A2. ഓക്കെ, ഇത്രയാണ് ഈ ഇതിനകത്ത് വരാവുന്ന നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ ചുരുക്കി എഴുതുകയാണെങ്കിൽ ദിസ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് A1 യൂണിയൻ A2. A1 A2 നമ്മൾ ഒന്നിച്ച് യൂണിയൻ ചെയ്തു. ദിസ് ഇസ് ഈക്വൽ ടു മോഡ് ഓഫ് A1 പ്ലസ് മോഡ് ഓഫ് A2 മൈനസ് മോഡ് ഓഫ് A1 ഇന്റർസെക്ഷൻ A2 ഈക്വൽ ആയിരിക്കും. ഇതിപ്പോ 2 ഫൈനൈറ്റ് സെറ്റ്സ് എടുത്തിട്ടാണ് നമ്മൾ ഈ എക്സാമ്പിൾ നോക്കിയത്. ഇതേ സംഭവം നമുക്ക് 3 ഫൈനൈറ്റ് സെറ്റ്സ് എടുത്ത് നോക്കി നോക്കാം. അതായത് 3 ഫൈനൈറ്റ് സെറ്റ്സ് എന്ന് പറയുമ്പോൾ A1 കാണും, A2 കാണും, A3 കാണും. ഇതിനകത്ത് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ആദ്യം A1 A2 തമ്മിലുള്ള ഡിഫറൻസ് കാണാം. ദെൻ അതർ യൂണിയൻ A2 മൈനസ് A1 അതിന്റെ ഡിഫറൻസ് കാണുക. യൂണിയൻ A1 ഇന്റർസെക്ഷൻ A2 കാണുക. എന്നിട്ട് അതിന്റെ മോഡ് എടുക്കുക. 3 ഫൈനൈറ്റ് സെറ്റ്സിന്റെ കേസിലാവുമ്പോൾ A1 A2 A3 3 ഫൈനൈറ്റ് സെറ്റ്സ് ആണ് വരുന്നത്. ഈ കേസിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം A1 യൂണിയൻ എങ്ങനെ ചെയ്യാം? നമുക്ക് A2 യൂണിയൻ A3 ചെയ്യാം. ദിസ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? നമുക്ക് A1 മോഡ് A1 പ്ലസ് മോഡ് A2 പ്ലസ് മോഡ് A3 മൈനസ് മോഡ് A3 വരെ കണ്ടു കഴിഞ്ഞിട്ട് വെച്ചാൽ പിന്നെ കുറച്ച് നമ്പേഴ്സ് റിപ്പീറ്റേഷൻ വരും. ഏതൊക്കെയാണ് വരിക? കുറച്ച് പാർട്ട് റിപ്പീറ്റേഷൻ വരും. അത് ഞാൻ താഴേക്ക് എഴുതുവാണ് നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡബിലിറ്റിക്ക് വേണ്ടിയിട്ട്. അതായത് ഈ കിട്ടിയിട്ടുള്ളതെന്ന് നമ്മൾ മൈനസ് ചെയ്യാൻ പോവാണ്. മോഡ് A1 ഇന്റർസെക്ഷൻ A2, A1-ലും A2-ലും കോമൺ ആയിട്ടുള്ളത്. ദെൻ അഗൈൻ മൈനസ് A2 intersection A3 minus again intersection A1 intersection A3 plus ഇത് മൂന്നും കൂടെ കൂട്ടുമ്പോൾ A1 intersection A2 intersection A3. ഇതിന്റെ പിക്ടോറിയൽ റെപ്രസെന്റേഷൻ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടും. ഫസ്റ്റ് സെറ്റ് A എന്ന് പറയുന്നത് ഇതാണ്. ദെൻ ഇതാണ് എൻ്റെ B എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് 3 ഫൈനൈറ്റ് സെറ്റ്സ് അല്ലേ? അപ്പൊ എനിക്ക് ഓഫ് കോഴ്സ് ദർ വിൽ ബി 1 മോർ സർക്കിൾ. അപ്പം ഇതാണ് എൻ്റെ
സി. അപ്പൊ എനിക്ക് 3 ഫൈനൈറ്റ് സെറ്റ്സ് ഉണ്ട്. അത് ഞാൻ വെൻ ഡയഗ്രാം വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുകയാണ്. എൻ്റെ വെൻ ഡയഗ്രാം എന്ന് പറയുമ്പോൾ അതൊരു യൂണിവേഴ്സൽ സെറ്റിനകത്തല്ലേ ഇപ്പം ഉണ്ടായിരിക്കുക. ഇതാണ് എൻ്റെ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. ഇതാണ് യെല്ലോ കളറിലുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം എന്താ ചെയ്തത് വെച്ചാൽ A1 എത്ര നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ട് എന്നുള്ളത് നോക്കി. A1 എത്ര നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടെന്ന് നോക്കി. ദെൻ A2 എത്ര നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടെന്ന് നോക്കി. A3 എത്ര നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടെന്ന് നോക്കി. A1 ഇൻഡിക്കേറ്റ്സ് എ, A2 ഇൻഡിക്കേറ്റ്സ് ബി ആൻഡ് A3 ഇൻഡിക്കേറ്റ്സ് സി. അത് മറക്കരുത് കേട്ടോ. ഞാൻ നെയിമിങ്ങിൽ ഒരു ചെറിയ കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് അപ്പാടെ തന്നെ എഴുതി വെച്ചത്. അപ്പം നമ്മൾ എയും ബിയും സി അതിൽ എത്ര എലമെന്റ്സ് വീതം ഉണ്ടോ അതെല്ലാം കൂടെ ആഡ് ചെയ്തു. അത് കഴിഞ്ഞ് A1 A2 മാത്രമായി പ്രസന്റ് ആയിട്ടുള്ള, പക്ഷെ അത് A3 പ്രസന്റ് അല്ല, അങ്ങനത്തെ എലമെന്റ്സ് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതിന്റെ കൗണ്ട് കണ്ടു. അതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യാണ്, A2 A3 അതിൽ മാത്രം വരുന്ന എലമെന്റ്സിന്റെ നമ്പർ എടുക്കുന്നു. അതിൽ നിന്ന് A1 ഇന്റർസെക്ഷൻ A3 ചെയ്യുമ്പോൾ A1 A3 മാത്രമുള്ള എലമെന്റ്സിന്റെ ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂസ് മൈനസ് ചെയ്യുന്നു. പ്ലസ് എന്ത് ചെയ്യുന്നു, ഈ A1 A2 A3 കോമൺ ആയിട്ടുള്ള ചില വാല്യൂസ് കാണുമല്ലോ. അതായത് ലൈക്ക് ഈ ഒരു ഏരിയ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A1 A2 A3 പെടുന്ന ഒരു ഏരിയ ആണ്. അതിലുള്ള എല്ലാ അപ്പോൾ അതെല്ലാം കൂടെ എന്ത് ചെയ്യണം, ആഡ് ചെയ്യും വേണം. അതാണ് ഞാനിവിടെ മാത്തമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ജനറലൈസ് ചെയ്ത് നമുക്ക് ഇങ്ങനെ എഴുതാം. അതായത് നമ്പർ ഓഫ് ഫൈനൈറ്റ് സെറ്റ്സ്, നമ്മൾ നേരത്തെ നമ്മൾ 2 ഫൈനൈറ്റ് സെറ്റ്സും 3 ഫൈനൈറ്റ് സെറ്റ്സും കണ്ടു. ഇഫ് നമ്പർ ഓഫ് ഫൈനൈറ്റ് സെറ്റ്സ് ഈക്വൽ ടു n, അതായത് A1 A2 A3 അപ് ടു AN ആണെങ്കിൽ മോഡുലസ് ഓഫ് A1 യൂണിയൻ A2 യൂണിയൻ അപ് ടു യൂണിയൻ AN ഇസ് ഈക്വൽ ടു, അതിന്റെ ഫോർമുല നമുക്ക് ഇങ്ങനെ എഴുതാം. സിഗ്മ ഓഫ് 1 ലെസ് ദാൻ ഈക്വൽ ടു I ലെസ് ദാൻ ഈക്വൽ ടു n മോഡ് ഓഫ് AI മൈനസ് സിഗ്മ ഓഫ് 1 ലെസ് ദാൻ ഈക്വൽ ടു I ലെസ് ദാൻ J ലെസ് ദാൻ ഈക്വൽ ടു n മോഡ് ഓഫ്, മോഡാണ് കേട്ടോ, AI ഇന്റർസെക്ഷൻ AJ പ്ലസ് sigma 1 less than or equal to I less than J less than K less than or equal to N mod of AI intersection AJ intersection AK minus etc plus minus 1 N minus 1 mod A1 intersection A2 intersection etc intersection AN. Okay. അപ്പൊ ഈ ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന അറ്റ്ലീസ്റ്റ് ഈ ഫോർമുല എങ്കിലും നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതിന്റെ പ്രോപ്പർട്ടീസ് 2 പഠിക്കാനുള്ളത്. ഒന്നാമത്തേത് computes the total number of elements that satisfy at least one of several properties. ഓക്കെ, ഇതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. സിമിലർലി പ്രിവെന്റ്സ് ദ പ്രോബ്ലം ഓഫ് ഡബിൾ കൗണ്ടിങ്. അങ്ങനെ 2 പ്രോപ്പർട്ടീസ് ആണ് ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളിൽ വരുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കി നോക്കാം. ഈ തന്നിട്ടുള്ള ഡയഗ്രത്തിൽ ഇതിൽ നമുക്ക് 3 ഫൈനൈറ്റ് സെറ്റ്സ് കാണാം, A, B ആൻഡ് C. അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂസും അവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇത് നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത് കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. കമ്പ്യൂട്ട് മോഡുലസ് ഓഫ് A യൂണിയൻ B യൂണിയൻ C. ഈസി അല്ലേ? നമുക്ക് ഡയറക്റ്റ് ആ ഫോർമുലയ്ക്ക് അകത്ത് അങ്ങ് എടുത്തിട്ടാൽ മതിയാവില്ലേ? ഏത് ഫോർമുലയ്ക്കകത്ത്? ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളിനകത്ത് നമ്മൾ നേരത്തെ പഠിച്ച ഫോർമുലയ്ക്കകത്ത്. അപ്പൊ ഇവിടെ കുറച്ച് റീജിയൻ വൈസ് വാല്യൂസ് തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ അതങ്ങ് നോട്ട് ചെയ്ത് വെക്കാം. സോ മോഡ് A is equal to 2, mode B is equal to 2, mode C is equal to 2. Then mode A intersection B is equal to 3, mode B intersection C is equal to 3. Then mode A intersection C is equal to 3, mode A intersection B intersection C is equal to 4. ഇനി നമുക്ക് ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്ത് നോക്കുകയല്ലേ. അതായത് മോഡ് A1 യൂണിയൻ A2 യൂണിയൻ A3 is equal to മോഡ് A1 പ്ലസ്, ഇൻഡിവിജ്വൽ ആണ് ആഡ് ചെയ്യേണ്ടത്, A1 പ്ലസ്
A2 plus mod A3 minus mod A1 intersection A2 minus mod A2 intersection A3 minus mod A1 intersection A3 plus mod A1 intersection A2 intersection A3. This is equal to എനിക്ക് എങ്ങനെ എഴുതാം 2 plus 2 plus 2 അല്ലേ, അത് കഴിഞ്ഞാൽ മൈനസ് 3 മൈനസ് 3 മൈനസ് 3 പ്ലസ് 4 എത്ര കിട്ടും? 4 2 6 2 8 2 10 10 9 പോയി കഴിഞ്ഞാൽ 1. ഓക്കെ, ആൻസർ ഈസ് 1. ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി നമ്മൾ സെറ്റ്സിന്റെ പ്രോപ്പർട്ടീസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് 3 സെറ്റ്സ് ഉണ്ട്, എ ബി ആൻഡ് സി. അങ്ങനെ 3 സെറ്റ്സ് ആണ് നമ്മുടെ പക്കലുള്ളത്. പിന്നെ നമുക്കറിയാം യു എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റ് ആണ് ആൻഡ് 5 ഈസ് അൻ എംപ്റ്റി സെറ്റ്. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു ബി യൂണിയൻ എ. എ ഇന്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു ബി ഇന്റർസെക്ഷൻ എ. ഇതിനെ നമുക്ക് കമ്മ്യൂട്ടേറ്റീവ് ലോസ് എന്ന് പറയാം. ഇനി സെക്കൻഡ് വൺ ഏതാണെന്ന് നോക്കാം. എ യൂണിയൻ ബി യൂണിയൻ സി ഇസ് ഈക്വൽ ടു എ യൂണിയൻ ബി യൂണിയൻ സി. ഇതെങ്ങനെ ഏതാ ഇന്റർസെക്ഷൻ ഇതുവാണെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി ആണെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. ഇതിനെ നമുക്ക് എന്ത് പറയാം? അസോസിയേറ്റീവ് ലോ. ഇനി തേർഡ് വൺ എന്ന് പറയുമ്പോൾ എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി ഈക്വൽ ടു എങ്ങനെ എഴുതാം? എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി. അതുപോലെ തന്നെ എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി ഇസ് ഈക്വൽ ടു എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ എ യൂണിയൻ സി. ഇതിനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോസ് എന്ന് പറയുന്നത്. ഇതൊന്നും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ബിക്കോസ് ഡിജിറ്റലിലായിക്കോട്ടെ മാത്തമാറ്റിക്കൽ ലോജിക്കലിലായിക്കോട്ടെ എല്ലാത്തിലും നമ്മൾ എക്സാമ്പിൾസ് വെച്ചിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഒന്നുമില്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലെങ്കിലും എൻകൗണ്ടർ ചെയ്യുന്നുണ്ട് ഇത്. ഓക്കെ, സോ വി വിൽ സീ ഇറ്റ് ദയർ. നമ്മളിപ്പോൾ ബേസിക്സ് മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. ഇനി ഫോർത്ത് വൺ എന്ന് പറയുന്നത് എ യൂണിയൻ 5 എന്ന് പറഞ്ഞാൽ എ തന്നെയായിരിക്കും. എ ഇന്റർസെക്ഷൻ യു എന്ന് പറഞ്ഞാൽ എ ആയിരിക്കും. ഐഡന്റിറ്റി ലോസ്. അടുത്തത് എ യൂണിയൻ എ ഡാഷ് ഇസ് ഈക്വൽ ടു യൂണിവേഴ്സൽ സെറ്റ് ആണെങ്കിൽ എ ഇന്റർസെക്ഷൻ എ ഡാഷ് ഇസ് ഈക്വൽ ടു 5. ഇതിനെയാണ് നമ്മൾ കോംപ്ലിമെന്റ് ലോസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എ യൂണിയൻ എ ഇസ് ഈക്വൽ ടു എ ആൻഡ് എ ഇന്റർസെക്ഷൻ എ ഇസ് ഈക്വൽ ടു എ. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഐഡംപൊട്ടന്റ് ലോസ്. ഇനി നെക്സ്റ്റ് വൺ ആണ് എ ബാർ ഹോൾ ബാർ ഇസ് ഈക്വൽ ടു എ. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ദിസ് ഈസ് ഡബിൾ കോംപ്ലിമെന്റ് ലോ. ഇനി എട്ടാമത്തെ എ യൂണിയൻ യൂണിവേഴ്സൽ സെറ്റ് ഇസ് ഈക്വൽ ടു യൂണിവേഴ്സൽ സെറ്റ് ആയിരിക്കും. എന്നാൽ എ ഇന്റർസെക്ഷൻ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? 5 ആയിരിക്കും. ഇതിനെ നമുക്ക് ഡോമിനേഷൻ ലോസ് എന്ന് പറയാം. നെക്സ്റ്റ് എ യൂണിയൻ ബി ഹോൾ ബാർ is equal to a bar intersection b bar. ഇനി a
intersection B whole bar is equal to A bar union B bar, and this law is known as, നമുക്ക് ഏതൊറക്കത്തു നിന്ന് വിളിച്ച് ചോദിച്ചാലും കിട്ടുന്ന ഒരു ഉത്തരമാണ് ഡി മോർഗൻസ് ലോസ്. നമുക്കൊരു 15 അല്ലെങ്കിൽ ഒരു 16 വയസ്സുള്ളപ്പോൾ തൊട്ട് നമ്മൾ പഠിക്കുന്നതാണ് ഈ ഡി മോർഗൻസ് ലോ പല സബ്ജക്ട്സിലായിട്ട്. സോ ദിസ് ഇസ് സോ ഈസി. അങ്ങനെ 9 പ്രോപ്പർട്ടീസ് ആണ് സെറ്റിൻ്റെതായിട്ട് നമ്മൾ കവർ ചെയ്യേണ്ടത്. സോ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനിയും ഫർദർ നമുക്ക് കുറച്ച് കോൺസെപ്റ്റുകളും കൂടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നമ്മൾ നെക്സ്റ്റ് സെഷൻസിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദ ചാനൽ. കേരള PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മൊത്തത്തിൽ ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ മാത്തമാറ്റിക്സിൽ നിന്ന്, അതായത് ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സും പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഈ 2 പോർഷൻസിൽ നിന്ന് നമുക്ക് 12 മാർക്സിന് ക്വസ്റ്റ്യൻസ് വരും. സോ ത്രൂ ദീസ് വീഡിയോസ് ഐ എം മേക്കിംഗ് ഷുവർ ദാറ്റ് വി ആർ കവറിംഗ് വാട്ട് എവർ റിക്വയർഡ് ഫോർ ദാറ്റ് പാർട്ട് ഇൻ അവർ സിലബസ്. ഓക്കെ, മാത്രമല്ല ഈ വീഡിയോസ് എല്ലാം തന്നെ ഗേറ്റ്, നെറ്റ് തുടങ്ങിയ വിഷയങ്ങളിലെ എല്ലാം സിലബസിലെ ബേസിക്സ് ആണ്. സോ ദിസ് വിൽ ബി യൂസ്ഫുൾ ഫോർ ദോസ് ഹു ആർ പ്രിപ്പയറിംഗ് ഫോർ യുവർ നെറ്റ് ആൻഡ് ഗേറ്റ് എക്സാംസ് ആസ് വെൽ. അപ്പോൾ ഇനി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. സ്റ്റേ ഫോക്കസ്ഡ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ്.